നമസ്കാരം. കഴിഞ്ഞ ദിവസം നീറ്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നതായിട്ട് ബന്ധപ്പെട്ട് ആ പരീക്ഷ പൂർണ്ണമായിട്ട് റദ്ദാക്കിയിരിക്കുകയാണ്. ഇന്ത്യ ഒട്ടാകെ ഏതാണ്ട് 28 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ആ പരീക്ഷ എഴുതിയത്. പക്ഷേ നിർഭാഗ്യവശാൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ ചോരുകയും അത് വ്യാപകമായി പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നീറ്റ് പരീക്ഷ തന്നെ റദ്ദാക്കിയാണ്. ഇനി പുതിയ ഏതാണ്ട് 1 മാസത്തോളം കഴിയും. അപ്പോൾ വിദ്യാർത്ഥികൾ വളരെയധികം കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും വളരെ ആകാംക്ഷയോടും വളരെ ഉത്തരവാദിത്വ ബോധമായിട്ടാണ് ഈ പരീക്ഷ എഴുതുന്നത്. പക്ഷേ ചില വ്യക്തികൾ ചില ആൾക്കാർ ചെയ്ത ബുദ്ധിമുട്ട് കാരണം അത് നീറ്റ് പരീക്ഷ റദ്ദാക്കുന്ന ഒരു കാരണം പറഞ്ഞുകൊണ്ട് നീറ്റ് പരീക്ഷ റദ്ദാക്കിയതുകൊണ്ടും ക്വസ്റ്റ്യൻ ചോർന്നതിനും പേരിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുള്ള പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ SFIയുടെ നേതൃത്വത്തിൽ ഇന്ന് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളെല്ലാം സമരം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കൊല്ലത്തെ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ സമരമായിട്ട് SFI പ്രവർത്തകർ ഇവിടെ വരികയും പക്ഷേ മുൻകാലങ്ങളിലെല്ലാം ഈ പോസ്റ്റ് ഓഫീസിൻ്റെ മുന്നിൽ സമരമായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് അകത്ത് കടക്കാൻ സാധിക്കത്തില്ല. പക്ഷേ ഇന്ന് അവർ SFI പ്രവർത്തകർ കുട്ടികളെല്ലാം തന്നെ ഇവിടുത്തെ ബാരിക്കേഡും പോലീസ് സേനയെല്ലാം ഭേദിച്ചുകൊണ്ട് അവർ അകത്ത് കടന്നു തന്നെയാണ് അവരുടെ ആശയങ്ങളും അവർ സമര പ്രഖ്യാപനവും സമരത്തിൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ചത്. മുൻകാലങ്ങളിൽ ഉണ്ടായതുപോലെ അവരെ തടസ്സപ്പെടുത്തലോ അല്ലെങ്കിൽ അവരെ പോലീസ് സേന തന്നെ അവരെ തടസ്സപ്പെടുത്തിക്കൊണ്ട് തന്നെ അവരിൽ നിന്നും ഭേദിച്ചുകൊണ്ട് തന്നെയാണ് പോസ്റ്റ് ഓഫീസിനകത്ത് കയറിയത്. എങ്കിൽ ആരെയും അറസ്റ്റ് ചെയ്തില്ല. അവരുടെ പ്രഖ്യാപനങ്ങൾ അവരെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സമരം അവസാനിച്ച് പിൻവാങ്ങിയാണ്. ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. എന്തായാലും ഭരണം ഇവിടെ കേരളത്തിലറിയാം, ഭരണം ഇടതുപക്ഷത്തിൻ്റെ ഭരണമായിരുന്നു. ആ ഭരണം കഴിഞ്ഞിട്ട് ആ ഇടതുപക്ഷത്തിൻ്റെ വിദ്യാർത്ഥി സംഘടനയാണ് SFI. എന്തുവായാലും അവരെ മർദ്ദിക്കുകയോ മുൻകാലങ്ങളിൽ മുഖ്യമന്ത്രി യാത്ര ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിക്ക് എതിരെ കരിങ്കൊടി കാണിക്കുന്നവർക്കെതിരെ അത് മുദ്രാവാക്യം വിളിക്കുന്നവർക്ക് മാരകമായ മർദ്ദനമേൽക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ജനാധിപത്യ രാജ്യത്തിൽ പ്രതിഷേധം നടക്കുന്ന ഭാഗമായിട്ടാണ് അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന പ്രതിഷേധം നടത്തുന്ന ജനങ്ങൾക്കെതിരെ മർദ്ദിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഇവിടെ പ്രതിഷേധം നടത്തുമ്പോൾ അവർ സമാധാനപരമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരെ മർദ്ദിക്കുകയോ ആരെ അറസ്റ്റ് വരികയോ ചെയ്തില്ല. എന്നാൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണം. ഇത് സമഗ്രമായ അന്വേഷണം നടത്തും. കുട്ടികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മാറ്റണം. ഇത്തരം ക്വസ്റ്റ്യൻ ചോർച്ചകൾ ഉണ്ടാവരുത്. അന്വേഷണ ഏജൻസികൾ തന്നെ സസ്പെൻഡ് ചെയ്യണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് SFIക്കാർ കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ വന്ന് സമരം നടത്തി അവരകത്ത് കയറി പോസ്റ്റ് ഓഫീസിന് മതിൽക്കെട്ടിനുള്ളിൽ കയറിയാണ് അവർ പ്രതിഷേധം നടത്തി പിരിഞ്ഞു പോയിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടെ ചാടി കയറിയോ മറ്റേ കയറ്റി വഴി കയറി SFIക്ക് എന്തോ ഉണ്ടാക്കി കയറ്റി SFI അങ്ങനെ കയറ്റുന്നില്ല. നേരിട്ട് നടത്തിയ നീറ്റ് പരീക്ഷ കഴിഞ്ഞ മെയ് മാസം 6 നടത്തിയ നീറ്റ് പരീക്ഷ 22 ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെ നീറ്റ് പരീക്ഷ ഇന്നലെ ഉച്ചയോടുകൂടി റദ്ദാക്കുകയാണ് ചെയ്തത്. ചോദ്യപേപ്പർ ചോർച്ച സംഭവിച്ചു എന്നുള്ളതാണ് വിശദീകരണമായി നൽകിയത്, കാരണമായി പറഞ്ഞത്. ഇതാദ്യമായല്ല ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന പരീക്ഷകൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കാകുന്നത്. അതിൻ്റെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് സമഗ്രതയുമായി ബന്ധപ്പെട്ട് നിരന്തരമായി ചോദ്യങ്ങൾ പൊതുസമൂഹം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് തന്നെ ഏറ്റവും കുറ്റമറ്റ നിലയിൽ നടത്തേണ്ട ഒരു പരീക്ഷ കഴിഞ്ഞ 4-5 വർഷമായി എപ്പോഴാണോ ഇത് കേന്ദ്രീകൃതമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ ഏൽപ്പിച്ചത്, സ്വകാര്യ ഏജൻസികൾ ആ പരീക്ഷ നടത്തിപ്പ് തുടങ്ങിയ ഘട്ടം തൊട്ട് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിരന്തര ആക്ഷേപമാണ്. ഇത് സൂചിപ്പിക്കുന്നത് സംഘപരിവാറിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും നേതൃത്വം കൊടുക്കുന്ന BJP സർക്കാരിന് ഈ സ്വകാര്യ ലോബികളെ, സ്വകാര്യ മാഫിയകളെ എത്രത്തോളം അവരുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചോർത്തുന്നത് വഴി രാജ്യത്തെ നീറ്റ് സംവിധാനത്തെ തകർക്കാനും പൊതുവിദ്യാഭ്യാസ മേഖലയിലെയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെയും മുന്നോട്ട് പോക്കിനെ ഇല്ലാതാക്കാനും നിലവിൽ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യവൽക്കരണത്തിന് കൂടുതൽ സഹായകമാകുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. ഒറ്റ ദിവസം കൊണ്ടാണ് 22 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷ റദ്ദാക്കിയത്. അതോടുകൂടി
മറ്റൊരു ദിവസം അവർ പരീക്ഷ എഴുതാൻ വീണ്ടും നിർബന്ധിക്കപ്പെടുകയാണ്. ഇതുകൊണ്ടുണ്ടാകുന്ന ധനനഷ്ടവും മറ്റു പ്രശ്നത്തിനും പുറമെ ഒരു വിദ്യാർത്ഥിയുടെ തയ്യാറെടുപ്പ്, അവരുടെ മാനസികാരോഗ്യം, ഇതൊക്കെയും വളരെ പ്രധാനമാണ്. ഇതൊക്കെയും ബാധിക്കുന്ന വിധത്തിൽ വിദ്യാർത്ഥി വിരുദ്ധമായി, അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമായാണ് കേന്ദ്ര സർക്കാർ ഇത് കൈകാര്യം ചെയ്യുന്നത്. അടിയന്തരമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ പിരിച്ചുവിടാനും അതോടൊപ്പം ജുഡീഷ്യൽ അന്വേഷണം ഇതിൻ്റെ ഭാഗമായി നടത്താനും ആവശ്യപ്പെട്ടുകൊണ്ടാണ് SFI ദേശവ്യാപകമായി രാജ്യത്തെമ്പാടുമുള്ള ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സുകളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നത്. ഇന്ന് സാധാരണ ഇവിടെ ഈ പോസ്റ്റ് ഓഫീസിന് മാർച്ച് നടത്തുമ്പോൾ അകത്ത് കയറാൻ കഴിയത്തില്ല. ഇന്ന് നിങ്ങൾക്കെല്ലാം അകത്ത് കയറാൻ പറ്റിയല്ലോ വളരെ ഇതായിട്ട്. അതിന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് തടസ്സം നേരിട്ടില്ലേ? പോലീസിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു. ഞങ്ങൾ സമരത്തിൻ്റെ ഭാഗമായി അറസ്റ്റ് വരിച്ചായിരുന്നു? ഇല്ല, ആരും അറസ്റ്റ് വരിച്ചതായി ശ്രദ്ധയിലില്ല. പോലീസിൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു. ഞങ്ങളുടെ സമരവുമായി മുന്നോട്ട് പോകുന്നു. അത്ര ഇതൊരു അന്വേഷണം പ്രഖ്യാപിക്കണമെന്നാണ് നിങ്ങൾ ആവശ്യം? അതെ. അതോടൊപ്പം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിടണം. Zindabad, Zindabad. SFI Zindabad.